ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് സെക്കൻഡ് ഇയർ ഇക്വലൻസി എക്സാമിനേഷൻ 2025 എക്കണോമിക്സിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ നൽകിയ പട്ടികയുടെ അടിസ്ഥാനത്തിൽ TC ടോട്ടൽ കോസ്റ്റ്, AFC ആവറേജ് ഫിക്സഡ് കോസ്റ്റ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്, ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് എന്നിവ കണക്കാക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിൽ നമുക്ക് ഉൽപ്പന്നം തന്നിട്ടുണ്ട്, TFC തന്നിട്ടുണ്ട്, TVC തന്നിട്ടുണ്ട്. ഇപ്പോൾ TFCയും TVCയും തരും, അല്ലെങ്കിൽ TVCയും TCയും തരും. ടോട്ടൽ കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും തരാം. അതല്ല എങ്കിൽ ടോട്ടൽ കോസ്റ്റും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും തരാം. ഏതെങ്കിലും ഒരു രണ്ടായിട്ട് നമുക്ക് തന്നിട്ടുണ്ടാവും, ക്വാണ്ടിറ്റി തന്നിട്ടുണ്ടാവും. ബാക്കിയുള്ളതായിരിക്കും നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഉൽപ്പന്നത്തിൽ എന്ത് വ്യത്യാസം വന്നാലും കോസ്റ്റ് ഫിക്സഡ് ആയിരിക്കും. അതുകൊണ്ട് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഇവിടെ എത്രയാണ്? 10 ആണ്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഉൽപ്പന്നത്തിൽ വേരിയേഷൻ അനുസരിച്ച്, അതായത് ഉൽപ്പന്നം കൂടുകയും കുറയുകയും ചെയ്യുന്നത് അനുസരിച്ച് കോസ്റ്റിൽ വ്യത്യാസം വരും. അങ്ങനെയുള്ള കോസ്റ്റാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് കണ്ടുപിടിക്കേണ്ട ഫസ്റ്റ് ഐറ്റം TC ആണ്. TC എന്ന് പറഞ്ഞാൽ എന്താ? ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും രണ്ടും കൂടി കൂട്ടണതാണ് TC. അപ്പോൾ നമുക്കറിയാം ഇവിടെ TFCയും TVCയും കൂടി തമ്മിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. 10 + 0 10, 10 + 10 20, 10 + 18 28, 10 + 24 34, 10 + 29 39. അങ്ങനെ TFCയുടെ കോളവും അതിൻ്റെ നേരെയുള്ള TVCയുടെ കോളവും തമ്മിൽ എന്ത് ചെയ്യുക? കോളത്തിലുള്ള എമൗണ്ടുകൾ തമ്മിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് കിട്ടും. അടുത്തത് AFC ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ആണ്. നമുക്ക് തന്നിട്ടുണ്ട് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്. ടോട്ടൽ ഫിക്സഡ് ആവറേജ് കാണാൻ എപ്പോഴും എല്ലാ ഐറ്റത്തിനെയും ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനെ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 10നെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0 തന്നെ. പിന്നെ 10/1, 10/2, 10/3. അതാണ് ഇവിടെ നമുക്ക് AFC 10, 5, 3.3, 2.5 അങ്ങനെ കിട്ടിയേക്കണേ. 10നെ, അതായത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനെ അതിൻ്റെ നേരെയുള്ള ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അടുത്തത് ആവറേജ് വേരിയബിൾ കോസ്റ്റ്. എന്ത് ചെയ്യണം? ടോട്ടൽ വേരിയബിൾ കോസ്റ്റിനെ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 0/0 0 തന്നെ, 10/1 10 തന്നെ, 18/2 9, 24/3 8, 29/4 7.25, 33/5 6.6, അതേപോലെ 39/6 6.5, അതുപോലെ തന്നെ 47/7 6.7. അങ്ങനെ നമുക്ക് ആവറേജ് ഫിക്സഡ് കോസ്റ്റും കിട്ടി. ഇനി ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് ആണ്. ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് രണ്ട് രീതിയിൽ ചെയ്യാം. AVCയും AFCയും നമ്മൾ കൂട്ടാം. നമുക്ക് AVCയും AFC ഉണ്ട്. ആദ്യത്തെ നോക്കിയേ 0 0, പിന്നെ 10 + 10 20, 5 + 9 14, 3 + 8 3.3 + 8 11.33. അങ്ങനെ അത് രണ്ടും ആഡ് ചെയ്തും ചെയ്യാം. ഇനി അത് തന്നിട്ടില്ലാത്ത കേസാണെങ്കിൽ ടോട്ടൽ കോസ്റ്റിനെ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടും. ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 10. 10/0 0 തന്നെ. 20/1 20. കണ്ടോ? കറക്റ്റ് തന്നെയല്ലേ? അതേപോലെ 28/2 14, 34/3 11.33. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അടുത്തത് SMC ആണ്. SMC എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് തമ്മിലുള്ള, അതായത് ഈ കോസ്റ്റുകൾ തമ്മിലുള്ള വ്യത്യാസം, ടോട്ടൽ കോസ്റ്റുകൾ തമ്മിലുള്ള വ്യത്യാസം. ടോട്ടൽ കോസ്റ്റ് ആദ്യം 10 20 ആവാൻ എത്ര വേണ്ടി വന്നു? 20 - 10 10. അടുത്തത് 20 കഴിഞ്ഞിട്ട് 28 ആണ്. അപ്പം എത്ര കൂടി? 8 കൂടി. 28ൻ്റെ ഒപ്പം എത്ര കൂട്ടിയപ്പോൾ 34 കിട്ടി? 6. 34ൻ്റെ ഒപ്പം എത്ര കൂട്ടിയപ്പോൾ 39 കിട്ടി? 5. അതായത് ആ ടോട്ടൽ കോസ്റ്റിൽ വരുന്ന വേരിയേഷൻ ആണ് നമ്മൾ എന്തിൽ എഴുതുന്നത്? ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റിൽ വരുന്നത്. 34 5 39 39 4 എത്രയാണ്? 43. 43 മാറും 49. 49 8 57. അപ്പോൾ ഇതാണ് SMC. ഇങ്ങനെയാണ് ഈ പട്ടിക തയ്യാറാക്കേണ്ടത്. ഇത് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പൂർണ്ണ മത്സര കമ്പോളത്തിൽ ഒരു ഉൽപാദന സ്ഥാപനത്തിന് ലാഭം പരമാവധിയാക്കുന്നതിനുള്ള 3 വ്യവസ്ഥകൾ. അപ്പോൾ ഒരു ഉൽപാദന സ്ഥാപനത്തിന് ലാഭം പരമാവധിയാക്കുന്നതിനുള്ള 3 വ്യവസ്ഥകൾ ചിത്രത്തിന്റെ സഹായത്തോടെ പ്രസ്താവിക്കാനാണ്. ഏത് കമ്പോളത്തിൽ? ഒരു പൂർണ്ണ മത്സര കമ്പോളത്തിൽ. നമുക്കറിയാം പരമാവധി ലാഭം നേടുക എന്നുള്ളതാണ് ഏതൊരു ബിസിനസ് സ്ഥാപനത്തിൻ്റെയും ലക്ഷ്യം.
അപ്പോൾ ഒരു ഉൽപാദന യൂണിറ്റിന്റെ ലാഭം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ മൊത്തം വരുമാനവും മൊത്തം ചെലവും തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത് പറയുന്നത്? ലാഭം എന്ന് പറയുന്നത്. മൊത്തം വരുമാനവും മൊത്തം ചെലവും തമ്മിലുള്ള വ്യത്യാസമാണ് ലാഭം എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ്. മൊത്തം വരവും മൊത്തം ചെലവും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും കൂടിയിരിക്കുന്നത് 3 വ്യവസ്ഥകൾ പാലിക്കുമ്പോഴാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു പൂർണ്ണ മത്സര കമ്പോളത്തിൽ MC-യും MR-ഉം തുല്യമാകണം. MC ഈക്വൽ ടു MR ആയിരിക്കണം. ഒരു പൂർണ്ണ മത്സര കമ്പോളത്തിൽ MC ഈക്വൽ ടു MR ആയിരിക്കണം. ഇനി അതുകൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് പ്രോഫിറ്റ് മാക്സിമം വേണമെങ്കിൽ പ്രൈസ് ഈക്വൽ ടു MC ആയിരിക്കണം. പ്രൈസ് ഈക്വൽ ടു എന്തായിരിക്കണം? MC ആയിരിക്കണം. കാരണം MC എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന ചെലവ്. അപ്പോൾ ഈ ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന ചെലവാണെങ്കിൽ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യണ എപ്പോഴും എന്തായിരിക്കും? ആ കോസ്റ്റും കൂടി കവർ ചെയ്യുന്ന രീതിയിലുള്ള പ്രൈസ് ആയിരിക്കും നമ്മൾ ഫിക്സ് ചെയ്യണത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ MC എന്തിനോട് ഈക്വൽ ആയിരിക്കണം? പ്രൈസിനോട് ഈക്വൽ ആയിരിക്കണം. അങ്ങനെ ആ ഒരു കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് പറയാം പ്രൈസ് ഈക്വൽ ടു MR ഈക്വൽ ടു AR ഈക്വൽ ടു MC ആയിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഇനി അടുത്ത കണ്ടീഷൻ എന്താണ്? MC വക്രം MR വക്രത്തെ താഴെ നിന്ന് ഖണ്ഡിക്കണം. MC വക്രം MR വക്രത്തെ താഴെ നിന്ന് ഖണ്ഡിക്കണം. അത് നമുക്ക് ഇവിടെ ഒരു ഗ്രാഫ് ഉണ്ട്, അത് വെച്ച് നമുക്കത് ചെക്ക് ചെയ്യാം. മൂന്നാമത്തെ വ്യവസ്ഥയെ രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. മൂന്നാമത്തെ വ്യവസ്ഥയെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ഹ്രസ്വ കാലയളവിലും ദീർഘകാലയളവിലും എങ്ങനെ വരുന്നുള്ളത്. ഹ്രസ്വ കാലഘട്ടത്തിലെ പ്രൈസ് ആവറേജ് വേരിയബിൾ കോസ്റ്റിന് തുല്യമോ കൂടുതലോ ആയിരിക്കും. ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി. അപ്പോൾ ഹ്രസ്വ കാലഘട്ടത്തിലെ വില ആവറേജ് വേരിയബിൾ കോസ്റ്റിന് തുല്യമോ കൂടുതലോ ആയിരിക്കണം. ഇനി ദീർഘകാലയളവിലെ വില ആവറേജ് കോസ്റ്റിന് തുല്യമോ കൂടുതലോ ആയിരിക്കണം. ദീർഘകാലയളവിലെ വില ആവറേജ് കോസ്റ്റിന് തുല്യമോ കൂടുതലോ ആയിരിക്കണം. ഇനി നമ്മൾക്ക് ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഇത് ഫസ്റ്റ് നമുക്ക് 2 വ്യവസ്ഥകൾ ഉണ്ടായത്. ഫസ്റ്റ് 2 വ്യവസ്ഥകൾ, ആ 2 വ്യവസ്ഥകളെയും കാണിക്കുന്ന പിക്ചറാണ് നമുക്കിവിടെ തന്നേക്കുന്നത്. ചുവടെ നൽകിയിട്ടുള്ള ചിത്രത്തിൽ E എന്ന ബിന്ദുവിൽ ഒന്നാമത്തെ വ്യവസ്ഥയും രണ്ടാമത്തെ വ്യവസ്ഥയും പാലിക്കപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ വ്യവസ്ഥ എന്തായിരുന്നു? MC-യും MR-ഉം തുല്യമാകണം. അപ്പൊ ഒരു പൂർണ്ണ മത്സര കമ്പോളത്തില് MR, AR, P ഒക്കെ തുല്യമായിരിക്കും. അപ്പൊ പ്രൈസ് ലൈൻ ആണ് ഈ പോണത്. E1, E എന്നുള്ളത് പ്രൈസ് ലൈൻ ആണ്. പിന്നെ അതേപോലെ താഴെ നമുക്ക് ക്വാണ്ടിറ്റി Q1, Q ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ഈ P-യും MR-ഉം എന്താണ് AR-ഉം ഒക്കെ ഇവിടെ എന്താണ്? ഈക്വൽ ആണ്. ഇനി അടുത്തത് നമ്മളോട് പറഞ്ഞേക്കണത് എന്താണ്? MC വക്രം MR വക്രത്തെ താഴെ നിന്ന് ഖണ്ഡിക്കണം. ഇവിടെ കണ്ട 2 പോയിന്റ് E1-ഉം E-യും. അപ്പൊ E1 എന്ന് പറയുമ്പോൾ മോളിൽ നിന്ന് താഴത്തോട്ടാണ് ആ ഒരു എന്താണ് ആർക്ക് വന്നേക്കുന്നത്. അപ്പൊ E1 അല്ല, നമ്മുടെ ഈ പോയിന്റ് എന്താ ചെയ്യണേ? താഴെ നിന്ന് MR വക്രത്തെ താഴെ നിന്ന്, താഴെ എന്നല്ല അത് വരുന്നത്, താഴെ നിന്ന് ഈ MC വക്രം എന്തിനെ ഖണ്ഡിക്കുന്നുണ്ട്? MR വക്രത്തെ ഖണ്ഡിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ രണ്ടാമത്തെ എന്താണ് വ്യവസ്ഥ എന്ന് പറയുന്നത്. മൂന്നാമത്തെ വ്യവസ്ഥ 2 പിക്ചർ ആയിട്ടാണ്, ലോങ് റണ്ണും അതേപോലെ തന്നെ ഷോർട്ട് റണ്ണും, അങ്ങനെ 2 പിക്ചർ ആയിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ നമുക്ക് MC തന്നിട്ടുണ്ട്, AC തന്നിട്ടുണ്ട്, AVC തന്നിട്ടുണ്ട്. അതുപോലെ പ്രൈസ് ഈക്വൽ ടു, കാരണം പൂർണ്ണ മത്സര കമ്പോളമാണോ പ്രൈസ് ഈക്വൽ ടു AR ഈക്വൽ ടു MR ആണ്. അത് നമ്മുടെ റൂളാണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മളോട് പറഞ്ഞേക്കണത് എന്താണ്? പ്രൈസ് ആവറേജ് വേരിയബിൾ കോസ്റ്റിന് തുല്യമോ കൂടുതലോ ആയിരിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ അറിയാം എന്തായാലും പ്രൈസിന് മുകളിലാണ് ആവറേജ് വേരിയബിൾ കോസ്റ്റിന്റെ ആർക്ക് വന്നേക്കണത്. അപ്പോൾ അത് ഇവിടെ എന്താണ്? പാലിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ആവറേജ് വേരിയബിൾ കോസ്റ്റിന്റെ വില പ്രൈസിനേക്കാൾ താഴെയാണ് വന്നിരുന്നത് എങ്കിൽ വ്യതിയാന ചെലവ് വിലയേക്കാൾ താഴെ, ആവറേജ് വേരിയബിൾ കോസ്റ്റ് പ്രൈസിനേക്കാൾ താഴെയാണ് വന്നിരുന്നത് എങ്കിൽ നമുക്ക് ഉൽപാദന യൂണിറ്റ് എന്ത് ചെയ്യേണ്ടത്? അടച്ചുപൂട്ടേണ്ട അവസ്ഥയുണ്ടാകും. കാരണം വ്യതിയാന ചെലവെങ്കിലും നമുക്ക് വിലയായിട്ട് ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് ആ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അതായത് വേരിയബിൾ കോസ്റ്റ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ് എങ്കിലും നമുക്ക് ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ അതിന്റെ താഴെയാണ് അത് വന്നിരുന്നതെങ്കിൽ, ഇപ്പൊ നോക്കിയാൽ പ്രൈസ് ലൈനുമ്പോൾ തന്നെയാണ് AVC-യുടെ കർവ് വന്നേക്കണേ. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. അതിന് താഴെയാണ് വന്നിരുന്നതെങ്കിൽ നമ്മൾ ഈ യൂണിറ്റ് എന്ത് ചെയ്യേണ്ടി വന്നേനെ? അടച്ചു പൂട്ടേണ്ടി വന്നേനെ. അടുത്തത്
പ്രൈസ് ഈക്വൽ ടു LAC, അതായത് പ്രൈസ് LACക്ക് തുല്യമാണ്. LAC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് റൺ ആവറേജ് കോസ്റ്റ്. ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് വേരിയബിൾ കോസ്റ്റും ആവറേജ് ഫിക്സഡ് കോസ്റ്റും ചേർന്ന് ഉള്ളതാണ്. അതായത് ആവറേജ് വേരിയബിൾ കോസ്റ്റ് പ്ലസ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ആണ് ആവറേജ് കോസ്റ്റ്. അപ്പോൾ അത് ലോങ് റണ്ണിലാണെങ്കിൽ പ്രൈസ് അതിനോട് എന്തായിരിക്കണം? തുല്യമായിരിക്കണം. അപ്പം നമുക്കറിയാം ഇതിനകത്ത് ഈ പിക്ചറിൽ ഈ എന്ന പോയിന്റ് പ്രൈസിന് മുകളിലാണ് LAC കിടക്കുന്നത് അല്ലേ? ലോങ് റൺ ആവറേജ് കോസ്റ്റ് പ്രൈസിന് മുകളിലാണ്, പ്രൈസ് ടച്ച് ചെയ്താണ് കിടക്കുന്നത്, ഈക്വൽ ആണ്. അപ്പം LACക്ക് താഴെ ആയിരുന്നു വില വന്നിരുന്നത് എങ്കിൽ ഇപ്പം ടച്ച് ചെയ്ത് ഈക്വൽ ആയിട്ടാണ് കിടക്കണേ. ഈക്വൽ അല്ലെങ്കിൽ എന്താണ്? പ്രൈസ് അതിനേക്കാൾ കൂടിയാണ് ഇരിക്കേണ്ടത്. ഒരിക്കലും LACനേക്കാൾ താഴെ ആവരുത് പ്രൈസ്. LACനേക്കാൾ താഴെ ആയിരുന്നു പ്രൈസ് വന്നിരുന്നത് എങ്കിൽ, അതായത് ടച്ച് ചെയ്യാതെ കുറച്ച് താഴത്തോട്ട് ഇറങ്ങിയാണ് പ്രൈസ് കിടന്നിരുന്നത് എങ്കിൽ ആ ഉൽപാദന യൂണിറ്റ് അടച്ചു പൂട്ടേണ്ടി വരുന്നു. അതുകൊണ്ട് ദീർഘകാലയളവിൽ എപ്പോഴും പ്രൈസും ലോങ് റൺ ആവറേജ് കോസ്റ്റും ഈക്വൽ ആയിരിക്കണം. അല്ലെങ്കിൽ പ്രൈസ് ഗ്രേറ്റർ ദാൻ ആവറേജ് കോസ്റ്റ് ആയിരിക്കണം. പ്രൈസ് കൂടുതലായിരിക്കും. ഒന്നില്ലെങ്കിൽ പ്രൈസ് ഈ പോയിന്റ് കുറച്ചും കൂടി ഇന്നുള്ള പോയിന്റ് ആ എന്താണ് കർവിനേക്കാൾ കുറച്ചും കൂടി മുകളിൽ നിൽക്കണം, അല്ലെങ്കിൽ അത് ടച്ച് ചെയ്ത് നിൽക്കണം. അതല്ലാതെ ആ LACനേക്കാൾ താഴെയാണ് പ്രൈസ് ഉണ്ടായിരുന്നത് എങ്കിൽ നമ്മൾക്ക് ആ യൂണിറ്റ് പൂട്ടേണ്ടി വന്നാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ 3 വ്യവസ്ഥകളും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിലപരിധി ചുരുക്കി വിവരിക്കുക. വിലപരിധിയുടെ 2 അനന്തര ഫലങ്ങൾ എഴുതുക. ഉപഭോക്താക്കളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഗവൺമെന്റ് നിശ്ചയിക്കുന്ന പരമാവധി വിലയാണ് വിലപരിധി. അപ്പോൾ ഉപഭോക്താക്കളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഗവൺമെന്റ് നിശ്ചയിക്കുന്ന പരമാവധി വിലയാണ് വിലപരിധി. ഈ വിലപരിധി വരുമ്പോൾ ഉണ്ടാവുന്ന 2 അനന്തര ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ സാധനങ്ങളുടെ ക്ഷാമം. കാരണം എന്താ? വിലപരിധി ഏർപ്പെടുത്തുമ്പോൾ സാധനങ്ങൾക്ക് വിപണി വിലയേക്കാൾ കുറഞ്ഞ വിലയായിരിക്കും. ഇത് കാരണം ഉപഭോക്താക്കൾക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള താല്പര്യം കൂടും. അങ്ങനെ ഡിമാൻഡ് വർദ്ധിക്കും. പക്ഷേ ഉൽപാദകർക്ക് കുറഞ്ഞ വിലയിൽ ഉൽപാദനം നടത്തുന്നത് ലാഭകരമല്ലാത്തതിനാൽ അവർ എന്ത് ചെയ്യില്ല? പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യില്ല. അത് വരുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? സാധനങ്ങളുടെ ക്ഷാമം, ഷോർട്ടേജ് സംഭവിക്കും. ഒന്നുകൂടി പറയാം, വിലപരിധി ഏർപ്പെടുത്തുമ്പോൾ സാധനങ്ങൾക്ക് വിപണി വിലയേക്കാൾ കുറഞ്ഞ വിലയായിരിക്കും. ഇത് കാരണം ഉപഭോക്താക്കൾക്ക് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള താല്പര്യം കൂടുകയും സാധനത്തിന് ഡിമാൻഡ് വർദ്ധിക്കുകയും ചെയ്യും. പക്ഷെ ഉൽപാദകർക്ക് അത് കുറഞ്ഞ വിലയിൽ ഉൽപാദനം നടത്തുന്നത് ലാഭകരമായിരിക്കില്ല. അവർ അതുകൊണ്ട് എന്ത് ചെയ്യും? ഉൽപാദനം കുറയ്ക്കും. ഇതെന്ത് സംഭവിക്കും? സാധനങ്ങളുടെ ക്ഷാമം, അതായത് ഷോർട്ടേജ് വരാനുള്ള കാരണമാകുന്നു. അടുത്തത് കരിഞ്ചന്തയുടെ ഉദയം. എന്താ കരിഞ്ചന്ത? ബ്ലാക്ക് മാർക്കറ്റ്. വിപണിയിൽ സാധനങ്ങൾക്ക് ക്ഷാമം അനുഭവപ്പെടുമ്പോൾ ആവശ്യക്കാർക്ക് സാധനങ്ങൾ എന്ത് പറ്റും? കിട്ടാതെ വരും. ഈ അവസരം മുതലെടുത്തിട്ട് ചില വ്യാപാരികൾ ഗവൺമെന്റ് നിശ്ചയിച്ചതിലും ഉയർന്ന വിലയ്ക്ക് രഹസ്യമായി സാധനങ്ങൾ വിൽക്കാൻ തുടങ്ങും. ഇതിനെയാണ് എന്ത് പറയുന്നത്? കരിഞ്ചന്ത അഥവാ ബ്ലാക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വിപണിയിൽ സാധനങ്ങൾക്ക് ക്ഷാമം അനുഭവപ്പെടുമ്പോൾ ഈ അവസരം മുതലെടുത്തുകൊണ്ട് ചില വ്യാപാരികൾ ഗവൺമെന്റ് നിശ്ചയിച്ചതിലും ഉയർന്ന വിലയ്ക്ക് രഹസ്യമായിട്ട് സാധനങ്ങൾ വിൽക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞ? കരിഞ്ചന്ത അല്ലെങ്കിൽ ബ്ലാക്ക് മാർക്കറ്റ്. അപ്പോൾ കരിഞ്ചന്തയുടെ ഉദയം അല്ലെങ്കിൽ സാധനങ്ങളുടെ ക്ഷാമം, ഇത് രണ്ടും ആണ് വിലപരിധിയുടെ അനന്തര ഫലങ്ങളായിട്ട് മെയിനായിട്ട് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് വിനിമയ നിരക്ക്? അയവുള്ള വിനിമയ നിരക്ക്, സ്ഥിര വിനിമയ നിരക്ക് എന്നിവയെക്കുറിച്ച് ചുരുക്കി വിവരിക്കുക. എന്താണ് വിനിമയ നിരക്ക്? ഒരു രാജ്യത്തിന്റെ കറൻസി ഉപയോഗിച്ച് മറ്റൊരു രാജ്യത്തിന്റെ കറൻസി വാങ്ങുമ്പോൾ നൽകേണ്ടി വരുന്ന വിലയാണ് വിനിമയ നിരക്ക്. ഒരു രാജ്യത്തിന്റെ കറൻസി ഉപയോഗിച്ച് മറ്റൊരു രാജ്യത്തിന്റെ കറൻസി വാങ്ങുമ്പോൾ നൽകേണ്ട വിലയാണ് എന്ത് പറയുന്നത്? വിനിമയ നിരക്ക്. അയവുള്ള വിനിമയ നിരക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വിപണിയിലെ ഡിമാൻഡ്, അതായത് ആവശ്യകത അല്ലെങ്കിൽ സപ്ലൈ, ഇവയെ അടിസ്ഥാനമാക്കി സ്വയം മാറിക്കൊണ്ടിരിക്കുന്ന നിരക്കാണിത്. കറൻസിക്ക് ആവശ്യക്കാർ കൂടുമ്പോൾ അതിന്റെ മൂല്യം വർദ്ധിക്കുകയും കറൻസിക്ക് ആവശ്യക്കാർ കുറയുമ്പോൾ അതിന്റെ മൂല്യം കുറയുകയും ചെയ്യുന്നു. അപ്പോൾ അയവുള്ള വിനിമയ നിരക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യകത അല്ലെങ്കിൽ സപ്ലൈയുടെ അടിസ്ഥാനത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നതാണ് എന്ത്? അയവുള്ള വിനിമയ നിരക്ക്. ഇപ്പോൾ കറൻസിക്ക് ആവശ്യക്കാർ കൂടുമ്പോൾ മൂല്യം വർദ്ധിക്കും, കുറയുമ്പോൾ മൂല്യം കുറയും. അങ്ങനെയുള്ളതിനെയാണ് അയവുള്ള വിനിമയ നിരക്ക് എന്ന് പറയുന്നത്. ഇനി സ്ഥിര വിനിമയ നിരക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കാരോ കേന്ദ്ര ബാങ്കോ, നമ്മളുടെ ആരാണ്? RBI ആണ്.
ചേർന്ന് മുൻകൂട്ടി നിശ്ചയിക്കുന്ന നിരക്കാണ്. സർക്കാരോ കേന്ദ്ര ബാങ്കോ മുൻകൂട്ടി നിശ്ചയിക്കുന്ന നിരക്കാണിത്. ഇവിടെ നമ്മളുടെ എന്താണ് ഇന്ത്യയിൽ കേന്ദ്ര ബാങ്ക് RBI ആണ് ഈ നിരക്ക് ഫിക്സ് ചെയ്യുന്നത്. വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ഈ നിരക്കിൽ എന്തില്ല, മാറ്റങ്ങൾ ഉണ്ടാവില്ല. മൂല്യത്തിൽ മാറ്റം വരണമെങ്കിൽ സർക്കാർ തന്നെ നേരിട്ട് ഇടപെടണം. അല്ലാതെ വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ഈ നിരക്കിൽ മാറ്റം ഉണ്ടാവില്ല. അങ്ങനെ മാറ്റമില്ലാത്ത നിരക്കുകളെയാണ് എന്ത് പറയുന്നത്, സ്ഥിര വിനിമയ നിരക്ക് എന്ന് പറയുന്നത്.